കണ്ടു 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 കണ്ടു. ഇതാണ് അവസ്ഥ. ഇപ്പൊ എന്ത് പറയുന്നു? അവളെ കുട്ടികൾ ഇപ്പോഴും മാറിയിട്ടില്ല. മുതിർന്ന ശേഷം പോരായിരുന്നു കല്യാണം. റോയിന്ന് വന്നേ. അതെ, അങ്ങോട്ട് മാറിയില്ല. 5 മിനിറ്റ് സംസാരിക്കട്ടെ. ഞാൻ നേരത്തെ ഒരു കാര്യം പറയേണ്ടതായിരുന്നു. അത് പറയാൻ മാത്രമൊന്നുമില്ല, അതുകൊണ്ടാ. എന്നാന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറ. ആ മോളിങ്ങനെ പലപ്പോഴും എക്സൈറ്റഡ് ആവും. അത് ചെറിയൊരു പ്രശ്നമാണ്. കണ്ടെടുത്തോളേ, ചെറിയൊരു പ്രശ്നമല്ല. അറിയാ, മനസ്സമ്മതം മാത്രമല്ല കഴിഞ്ഞിട്ടുള്ളൂ നമുക്ക്. അതെ, അയ്യോ റോയ് ചതിക്കല്ലേ. ഇത്ര ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഫംഗ്ഷനൊക്കെ നടത്തിയിട്ട് ഞാൻ എന്ത് വേണേലും ചെയ്യാം. സ്ത്രീധന തുക വല്ലതും കൂടുതൽ വേണം. പക്ഷേ നമ്മളെന്താ കാശിന് വേണ്ടി എന്ത് ചെയ്യുന്നതാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഈ കുടുംബത്തിന്റെ നിലയും വിലയൊക്കെ നിൽക്കറിയോ? ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല, സോറി സർ. റോയ്, കാശെന്ന് പറഞ്ഞാല് എത്ര കൂടുതൽ തരും? എന്ത് വേണം നിങ്ങൾക്ക്? ലക്ഷ്മണോട് സംസാരിച്ചാൽ ഞാൻ പോരാ. ഈ കണ്ടെടുത്തോളേ കൊച്ചിന് മുഴുത്ത വട്ട. അപ്പോ അതിനനുസരിച്ചൊരു റേറ്റ് വേണമല്ലോ, അല്ലേ? പറ. എന്റെ കൊച്ചയൊന്ന് പതുക്കെ, നിന്റെ കൂമ്പ് കാടി പോടി. ആദ്യമൊക്കെ അങ്ങനെയാ, പിന്നെ അതൊരു ശീലാവും. നീ ഒന്ന് ആഞ്ഞു വലിച്ചേ. എന്നാണ് ചെയ്യുന്നത് ഇവിടെ? ചപ്പാത്തി ചുടുക. എന്താ ചായ കണ്ടു? ഞങ്ങളൊരു ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ ഡിസ്കഷൻ പക്ഷേ ഈ ചായ ഇവന്മാർക്കൊന്നും ഓരോ വിവരമില്ലേ ചായ. എന്റെ ഈ ചായന് അങ്ങനെയല്ല. എന്റെ ചായന് ഭയങ്കര ജനറൽ നോളജാ, അല്ലേ? അങ്ങനെയാണ്. അതെല്ലാം റോയിച്ചിനോട് ചോദിച്ചാൽ മതിയല്ലോ, എല്ലാം പറഞ്ഞു തരുമല്ലോ. ഗുഡ് ഐഡിയ. ചായ പറയ് ചായ. വെപ്പാട്ടിയുടെ പുല്ലിങ് എന്താ? പറഞ്ഞു കൊടുക്ക് ചായ, പറഞ്ഞു കൊടുക്ക് ചായ. ഞാൻ പറഞ്ഞില്ല ഈ ചായന് നല്ല ജനറൽ നോളജ് ആണെന്ന്. വെപ്പാട്ടിയുടെ പുല്ലിങ് എന്താ? പുല്ലിങ്ങ കൈ വേദനിക്കുന്നു, വീട്. നിന്നോട് ഞാൻ പലവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കിടന്ന് ഷോ കാണിക്കരുത് എന്നുള്ളത്. ഇനി വീട് വിട്ട് പുറത്തേക്കറിയാൻ മുട്ടുകളെ ഞാൻ തല്ലുപിടിക്കും. മനസ്സിലായല്ലോ? കയറി പൊടിയായത്. രാജ, ഞാനൊരു കാര്യം പറഞ്ഞ നീ അനുസരിക്കോ? എന്നാണ് ഞാൻ കരളിനെ അനുസരിക്കാതിരുന്നത്? ആജ്ഞാപിക്കൂ. നീ ഒരു കല്യാണം കഴിക്കണം. ലിസി, അതുമാത്രം എന്നോട് പറയരുത്. എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രതിഷ്ഠയുള്ളൂ, അത് നീയാണ്. മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും എനിക്ക് കഴിയില്ല ലിസി. രാജ, നീ എന്നെ വേദനിപ്പിക്കരുത്. കൂട്ടിനാരുമില്ലാതെ, സ്വന്തമായിട്ടൊരു കിടപ്പാടമില്ലാതെ, വല്ലവരുടെ ഏച്ചിൽ കഴുകി ജീവിക്കുന്ന രാജനെ എനിക്ക് കാണാൻ വയ്യ. എൻ്റെ ഒരു കൂട്ടുകാരി ഗൾഫിലുണ്ട്. ഞാനൊരു വിസ. എന്നെ നാട് കടത്താനാണോ നീ നോക്കുന്നത്? ലിസി, ഞാൻ ഒറ്റയ്ക്കല്ല. നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ എനിക്ക് കൂട്ടുന്നുണ്ട്. ഇന്ന് എല്ലാ ദിവസവും ഞാൻ നമ്മുടെ ആ പഴയ കോളേജിലെ കാറ്റാടി മരങ്ങൾക്കിടയിലൂടെ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകളും പേര് നടക്കാറുണ്ട്. എനിക്കത് മതി ലിസി, അത് മാത്രം മതി ഈ ജന്മത്തിൽ. അറിയാ, ഇവള് വല്ല ഉത്തേജക മരുന്നും കഴിച്ചിട്ടുണ്ട്. എപ്പോ തുടങ്ങിയത്? അതൊക്കെ നാണക്കേടായല്ലോ ലക്ഷ്യം.
ഇവിടെ ഇനി ഡാൻസ് കളിച്ച് നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലാക്കുക തലക്കോട്ടാന്ന്. മനസ്സിലാകുന്നു, ഓൾറെഡി മനസ്സിലായി. ഒരു കണക്കിന് ഇത് നന്നായി. വർഗീസ് മാത്രമേ ശ്രീധനെ തോക്ക ഡബിളാക്കി. ബാത്റൂമില് വീണതാ. തലക്കാണ് പരിക്ക്. സീരിയസ് ആവാൻ സാധ്യതയുണ്ട്. ചിലപ്പോ പഴയ കാര്യങ്ങളൊക്കെ മാറും. വാ മോളെ. അങ്ങനെയൊന്നുമില്ല. ചേട്ടായിക്ക് എന്ത് നല്ല സ്റ്റാമിനയാന്ന് അറിയോ? അരുണ് ഡാൻസ് കളിക്കാൻ അറിയത്തില്ല. ഡാൻസ് കളിക്കാൻ അറിയില്ലെന്നോ? ചേട്ടായി നല്ല ഡാൻസറാ. ഞങ്ങള് ബാംഗ്ലൂരിലെ പബ്ബിൽ എത്ര ഡാൻസ് കളിച്ചിട്ടുള്ളതാ. എത്ര കളിച്ചാലും ചേട്ടയ്ക്ക് ഒരു ക്ഷീണമില്ലെന്നേ. ബാംഗ്ലൂരിലെ പബ്ബോ? ഇതെപ്പോഴാ ചായ? ബാംഗ്ലൂരിൽ മാത്രമല്ല, ഞങ്ങൾ ഊട്ടിയിലും മൈസൂരിലും ഒക്കെ പോയിട്ടുണ്ട് അല്ലേ? ഇച്ചായ നടക്കിങ്ങോട്ട് നടക്ക്. പുന്നാര മോനെ. ഹായ് അവിഹിതം. വേണ്ട, ഇതെന്തായാലും വേണ്ട. ഇത് വേണ്ട കേട്ടോ. എനിക്ക് കുഴപ്പമില്ല, പോ. നമുക്ക് സംസാരിക്കാം. എനിക്ക് വേണ്ട കേട്ടോ. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ, എനിക്ക് വയ്യ. പറഞ്ഞില്ല, സംസാരിക്കാം. അടുത്തു ചേട്ടായി, മറ്റെന്തായിരുന്നെങ്കിലും സഹിച്ചേനെ. പക്ഷെ ഇത് ഇന്ന് രാവിലെ മുതൽ ഞാൻ ചേട്ടനോട് പറയുന്നുണ്ട് ഈ പെണ്ണിന് ലൂസാന്ന്. ഇപ്പൊ കണ്ടില്ലേ, ആൾക്കാരുടെ എല്ലാം മുന്നിൽ മൊത്തം നാണം കെട്ട്. ഇതെന്തൊരു കഷ്ടം. ഞാൻ എന്റെ ലൈഫ് കൊണ്ട് തൊലയ്ക്കുന്നേ. നീ പറയുന്നത് ശരിയാണ്. പക്ഷെ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ ബന്ധം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിച്ചേണ്ട പൈസ നമ്മൾ എങ്ങനെ കൊടുക്കും? എന്റെ പൊന്നു ചേട്ടാ, എന്താ പറഞ്ഞ മനസ്സിലാവത്തെ? കെട്ട് കഴിഞ്ഞ് ഞാൻ ചേട്ടാന്ന് പറഞ്ഞ് വിളിക്കേണ്ട ആളുകൊണ്ട് ഈ പെണ്ണിന് അവിഹിതം. എന്റെ സ്ഥാനത്ത് ചേട്ടനത് എന്ത് ചെയ്തേനെ? കാശിന് വേണ്ടി എന്തോ ആവാന്നാണോ? എനിക്ക് വയ്യ കാശിന് വേണ്ടി എന്റെ ജീവൻ തുറയ്ക്കാൻ. മടുത്തു ഞാൻ. അലമാരിയുടെ ലാസ്റ്റ് ഡ്രോ ഒന്ന് ഓർക്കാവോ? എന്താ? അലമാരിയുടെ ലാസ്റ്റ് ഡ്രോ ഒന്ന് ഓർക്കാവോ? ഒരു ചെറിയ ബോട്ടിലുണ്ട്. എന്താ വിഷം. കടം കയറി ഒരു നിവൃത്തിയില്ലാതായപ്പോൾ കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വാങ്ങിവെച്ച ഈ ഒരു ബന്ധം വന്നുകൊണ്ട് മാത്രമാണ് റോഹൻ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. നീ പറഞ്ഞതിലും കാര്യമുണ്ട്. എല്ലാവർക്കും അവരവരുടെ ജീവിതം വലുതാണ്. നിനക്ക് ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാം. പക്ഷെ നാളെ എന്ന് പറയുന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാനും സുസുനന്റെ കുഞ്ഞും ജീവനോടെ ഉണ്ടാവില്ല. നീ തീരുമാനിച്ച് എന്നാ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തു. ഇച്ചായ, ഒരാളുടെ ജീവിതം നശിക്കുന്നുണ്ട്, ഒരു കുടുംബം രക്ഷയോടാണ്. അതല്ലേ നല്ലത്. എന്നാ നമുക്കിനി ഇവരുടെ കൂടെ നിന്ന് ഈ തമാശ കണ്ട് രസിക്കും. അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ചയാണ്. മിസ് ചെയ്യാനേ പാടില്ല. സംഗതി സൈക്കോസിസിൽ നിന്ന് ന്യൂറോസിസിലേക്ക് കടന്നു. കാശ് കിട്ടിയിരുന്നെങ്കിൽ അലക്സ്, ഞാൻ നാളെ കാലത്ത് തന്നെ ഇവിടെ എത്തിക്കാം. ഇന്ന് എന്റെ പറ്റുമെന്ന് നോക്ക്. ഇന്നിപ്പോ ഇനി എവിടെ കിട്ടിയിരുന്നെങ്കിൽ നോക്കട്ടെ. ഓക്കെ.
ഈ അവീതം പുറത്തായത് നന്നായി. അതിന്റെ പേരിൽ പുള്ളി രണ്ടും കൂടി കൂട്ടി തരാന്ന് പറയുന്നത്. ഇത് ഒന്നുകൂടെ ഒന്ന് കൊടുത്താലേ. ഈ നേരത്തെ എങ്ങനെയാണ് നിനക്കിങ്ങനെ വിലവേശാൻ പറ്റുന്നത്? ഇന്ന് ആണംകെട്ട പണി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് റോഹന്റെ മുഖത്തൊന്നും നോക്കാൻ കൂടി പറ്റാതെ. ഓ, അപ്പൊ നീ നല്ലവരും ഞാൻ വില്ലനുമായല്ലേ? ഈ നാണംകെട്ട പണി ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് പരമാവധി കാശ് ഞാൻ വാങ്ങിച്ചെടുക്കാൻ നോക്കുന്നത്. നാണക്കേട് മാത്രമല്ല, ഈ കെട്ട് നടക്കുന്നതിന് വേണ്ടി ഒരു കൊലപാതകവും ഞാൻ ചെയ്തു. അതിൻ്റെ എല്ലാം ചേർത്ത് വാങ്ങിച്ചിട്ട് ഞാൻ മതിയാക്കൂ. മോനെ റോഹ, നിന്റെ മാനസികാവസ്ഥ അച്ഛന് മനസ്സിലാവുന്നുണ്ട്. അതെ, നിലനിൽപ്പിന് വേണ്ടി മാത്രം തൽക്കാലം ഒരു നാടൻ കളിക്കുന്നത് വിചാരിച്ചാൽ മതി. നമ്മുടെ സാമ്പത്തിക നില മെച്ചപ്പെടുമ്പോൾ എവക്ക് വട്ടാണെന്ന് പറഞ്ഞ് നമുക്കങ്ങ് ഒഴിവാക്കാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ പെർഫോമൻസ് കണ്ടതുകൊണ്ട് വർക്കിച്ചിന് നിഷേധിക്കാനും പറ്റത്തില്ല. അത് കഴിയുമ്പോൾ അച്ഛനാ പറയുന്നത്, നല്ല അടിപൊളി സൂപ്പർ പെണ്ണിനെ മോനി ഞാൻ ഒപ്പിച്ചു വരും. അതുവരെ ഒന്ന് കൂടെ നിന്നേ പറ്റൂ, പ്ലീസ്. എന്തിനാ ഒന്ന് ചേച്ചി. പാട്ട് നിർത്തി എല്ലാത്തിനും ഞാൻ ശരിയാക്കും. പാട്ട് വിളിയാടോ. ഹായ് ലിൻഡ. Hi, Dr. Uncle. Come, let's dance. Come, come, come. Come. ദൈവത്തെ ഓർത്ത് താഴെ എറിഞ്ഞു. ആൾക്കാർ ശ്രദ്ധിക്കുന്നു. ഓ, ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടോ? അന്ന് നന്നായിട്ട് ഡാൻസ് കളിക്കാം. വർക്കിച്ചാ നോക്കി നിൽക്കാതെ എന്തെങ്കിലും ചെയ്യ്. ഞാൻ എന്ത് ചെയ്യാനാ ചായ? പാട്ട് നിർത്തണോ? പാട്ട് പ്ലേ ചെയ്യാ. മമ്മി പാട്ട് പ്ലേ ചെയ്യാൻ പറ. കൈ വിടടാ പട്ടി. ഓ, എണേ പറഞ്ഞപ്പോ നൊന്തല്ലേ? അല്ല, ഞാൻ കൊറേ നാളെ ചോദിക്കണം വിചാരിക്കാം. കിളി പോലത്തെ പയ്യന്മാരെ കിട്ടുമല്ലോ. പിന്നെ ഈ കണ്ടമൃഗത്തിനെ കണ്ടുള്ളൂ. പാട്ട് തുറക്കണോ? ഓ, നാണക്കേട്. ഈ ഡാൻസ് നിർത്താൻ ഉദ്ദേശമില്ലെങ്കിൽ അവളോട് ആ തുണിയെങ്കിലും താഴ്ത്തിയിടാൻ പറ. അപ്പം പറഞ്ഞത് കേട്ടില്ലേ? തുണി താഴ്ത്തിയിടാൻ. ഓ, പിന്നെ ഇതൊക്കെ അപ്പാപ്പൻ എത്ര കണ്ടിട്ടുള്ളതാ? ഈ അപ്പാപ്പൻ ഭയങ്കര വള്ളനാ. കൊച്ചിലി ഉണ്ടല്ലോ, എന്നെ പാർട്ടി കൊണ്ടുപോയിട്ട് എന്തൊക്കെ അപ്പാപ്പിന് നാണം വരുന്നു. അപ്പാപ്പൻ വിഷമിക്കണ്ട. അപ്പാപ്പൻ എന്താ വേണമെന്ന് എനിക്കറിയാം.